ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഒരു ഈ ടാക്സേഷൻ വന്നല്ലോ, പുതിയ ടാക്സ് റൂൾസ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പുതിയ ചുങ്കം. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായ അവരുടെ ഒരു ട്രംപ് വന്നതിന് ശേഷമുള്ള പുതിയൊരു മൂവാണല്ലോ. അപ്പോൾ അതിൽ ശരിക്ക് നമ്മൾ ഒരു ആംഗിളിൽ നിന്നല്ല, പല ആംഗിളിൽ നിന്നാണ് ശരിക്കും ഇതിൻ്റെ എഫക്റ്റ് വരിക. ലോങ് ടേം വരുന്ന എഫക്റ്റ് ഉണ്ട്, ഷോർട്ട് ടേം ആയിട്ട് വരുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇപ്പോൾ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ഇവർ അനൗൺസ് ചെയ്തല്ലോ ഈ പിന്നെ ടാക്സ് കൂട്ടുന്ന ഒരു ടാരിഫ് റേറ്റ്സ് ഹൈപ്പായി. അങ്ങനെ വന്ന സമയത്ത് നോർമലി ഉള്ളത് ശരിക്കും 10% ആയിരുന്നു US-ലേക്ക്. യൂറോപ്പിൽ നിന്നുള്ള ഇപ്പോൾ ബഹ്റൈനായിട്ട് ഫ്രീ ട്രേഡ് പോളിസി ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഷിപ്മെൻ്റ് ഉണ്ടായിരുന്നു, യൂറോപ്പിൽ നിന്നുള്ളൊരു ഷിപ്മെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ സാധനം നമ്മുടെ പാർട്ടിയായിട്ട് ഡീലൊക്കെ കഴിഞ്ഞ് ഇത് അങ്ങോട്ട് ഷിപ്മെൻറ്റ് പോയി അവിടെ എത്തുന്നതിൻ്റെ മുമ്പാണ് ഈ പുതിയ ടാരിഫ് റേറ്റ് വന്നത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ നമ്മളൊരു 5% മാർജിനൊക്കെ ഉള്ള ഗുഡ്സ് ആകുമ്പോൾ അവിടെ 41 ആദ്യം ഉണ്ടായിരുന്ന 10-ഉം പുതുതായിട്ട് ഹൈപ്പായി വന്നിട്ടുള്ള 31% താരിഫ് വന്നപ്പോൾ 41% ആയി. അപ്പോൾ ഈ 41% ഫീസബിൾ അല്ല. അപ്പോൾ എൻ്റെ പാർട്ടി തന്നെ ചെയ്തു, വി ഡോണ്ട് വാണ്ടഡ് ടു ടേക്ക് ദ ഡെലിവറി. അപ്പോൾ അങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സാധനം റിട്ടേൺ ആയി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പേഴ്സൺ ഈ ഒരു സാധനം ബ്ലോക്കായി, എൻ്റെ മണി ആ പൈപ്പ് ലൈൻ ബ്ലോക്കായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അതെങ്ങനെ എഫക്റ്റ് ആവുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ആ ഫണ്ട് വന്നു കഴിഞ്ഞിട്ട് ആ ഫണ്ട് വേണം ഞാൻ നാട്ടിലെടുത്തൊരു സ്ഥലത്തിന് കൊടുക്കാൻ, ഒരു ഉദ്ദേശം പറയാം. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യുന്ന ആളുണ്ട്, അയാൾക്ക് ആ കാശ് കിട്ടിയിട്ട് വേണം അയാൾക്ക് ബ്രോക്കർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ അയാൾക്കുള്ള പേയ്മെൻറ്റ്സ് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു ലൈന് ബ്ലോക്ക് ആകുമ്പോൾ കംപ്ലീറ്റ്ലി ആ ഒരു ചെയിനിനെ നമുക്ക് ബ്രേക്കായി. അപ്പോൾ അത് എന്നെ എഫക്റ്റ് ചെയ്തു, എൻ്റെ കൂടെ ഉള്ളവരെ എഫക്റ്റ് ചെയ്തു, അവരുടെ കൂടെ ഉള്ളവരെ എഫക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഒരു റേറ്റ് ഹൈപ്പൊക്കെ വരുമ്പോൾ സാധാരണ മാർക്കറ്റിൽ വരുന്നൊരു എഫക്റ്റ് എന്ന് പറയുന്നത്. ലോങ് ടേം എന്ന് എഫക്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലോബലി എല്ലാ പ്രൊഡക്ട്സിനും, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ചൈനയായിട്ടുള്ള ട്രേഡിലാണ് അവർ ഒരു വലിയ ഹൈപ്പ് ഉണ്ടായത്. അതിപ്പോൾ എത്തി നിൽക്കുന്നത് 125% ആണ്. അപ്പോൾ സിംപ്ലി 100% എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു 5 BD ഉണ്ടായിരുന്ന സാധനത്തിന് 10 BD ആയി. പ്ലസ് വരും, ലോജിസ്റ്റിക് വരും, സർവീസ് ചാർജസ് വരും, കസ്റ്റംസ് ക്ലിയറൻസ് ഫീ വരും, VAT വരും. അപ്പോൾ ഫീസബിൾ അല്ല. അപ്പോൾ അതൊരു ലോങ് ടേം നോക്കുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്തിന് എഫക്റ്റ് ചെയ്യുന്ന സാധനം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ബാക്കി എല്ലാ ആളുകളെയും മനുഷ്യരെയും ഒക്കെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രൈസ് സാധനങ്ങൾക്ക് വില കൂടും, ഇൻഫ്ലേഷൻ ഉണ്ടാവും, പിന്നെ ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ലൈഫ് മനുഷ്യൻ്റെ സാധാരണ ജീവിതം തന്നെ ഒരുപാട് എഫക്റ്റ് ആകും. അപ്പോൾ അങ്ങനെ എല്ലാ സംഗതികളും താറുമാറായി പോകും. അതാണ് നമ്മുടെ ഈ പുതിയ റേറ്റ് വന്നതിനെ കുറിച്ചിട്ട് എൻ്റെ ഒരു ജനറലി ഉള്ളൊരു അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പോൾ പ്രവാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ ഒരു തരത്തിൽ നമുക്കൊരു ഗുണമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പൈസയുടെ മൂല്യം കുറയുന്ന ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പൈസ അയക്കാൻ നമ്മളെ സംബന്ധിച്ചോളം താൽക്കാലികമായിട്ട് നമ്മുടെ BD to rupees റേറ്റൊക്കെ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ലോങ് ടേം നോക്കുമ്പോൾ അവിടെയും പ്രശ്നമാണ്. നമ്മളെ നാട്ടിൽ പിന്നെ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കും. നമുക്കും ടാരിഫ് റേറ്റ്, ഇന്ത്യയായിട്ടുള്ള ടാരിഫ് റേറ്റ് ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധനങ്ങളുടെ വില കൂടും. അപ്പോൾ നമ്മൾ ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ 1 million റുപ്പീസിൻ്റെ ഒരു നോട്ട് കൊടുത്താലാണ് ഇപ്പോൾ ഇന്തോനേഷ്യയിൽ ചിലപ്പോൾ ഒരു ചായ, ഒരു ചെറിയ സ്നാക്കും കിട്ടുക. അപ്പോൾ ഈ മൂല്യ തകർച്ച വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ലോങ് ടേം എഫക്റ്റ് ചെയ്യും. പക്ഷേ ഇത് എത്ര കാലം ഇത് നിലനിൽക്കുന്നു എന്നറിയില്ല. അങ്ങനെ ഒരു പരസ്പരം ആശ്രയിക്കാതെ ലോകത്ത് ഒരു രാജ്യങ്ങൾക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ താൽക്കാലികം ഉണ്ടാകുന്ന ട്രേഡ് വാർ നമ്മളെ എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോൾഡ് പ്രൈസ്, ഇപ്പോൾ ഈ ടാരിഫ് റേറ്റിൻ്റെ ഹൈപ്പ് അനൗൺസ് ചെയ്ത് ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഗോൾഡ് റേറ്റ് ഡ്രോപ്പായി. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റിലാണ് ഗോൾഡ് ഇപ്പോൾ നിൽക്കുന്നത്. $3,230 per ounce ആണ് ഇന്നത്തെ പ്രൈസ്. നമ്മളിപ്പോൾ 2024 നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ ഇറ്റ് വാസ്, നമ്മളിപ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ പറയുകയാണെങ്കിൽ 40,000 rupees ആയിരുന്നു ഒരു പവൻ ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇറ്റ്സ് അറൗണ്ട് 70+ ഐ തിങ്ക്. അപ്പോൾ വലിയൊരു മാറ്റം ഈ പ്രൈസസിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. ഗോൾഡ് സ്വാഭാവികമായിട്ടും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ആണ് ആളുകൾ ഇത് വാങ്ങിക്കുന്നത്, നമ്മളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിലൊക്കെ വ്യത്യാസം വരും. ആൾക്കാർക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പേടിയാവും. അതിനുശേഷം പിറ്റേ ദിവസം അവർ അനൗൺസ് ചെയ്തു 90 days നമ്മളിത് ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ വെരി നെക്സ്റ്റ് മൊമെൻ്റ് എന്തായി, ഫ്രം ഇത്
3100 നിന്ന് 2800 സംതിങ്ങിലേക്ക് വന്നു പെർ ഔൺസ്. അത് ഒറ്റയടിക്ക് 3100 വന്നു. ഇപ്പോൾ വീണ്ടും 3230 അതായത് അൺപ്രഡിക്റ്റബിൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് വരുന്നത്. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോൾ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു കല്യാണം ഉണ്ട്, മോളെ കല്യാണം ഉണ്ട്, ഗോൾഡ് വാങ്ങിക്കണമെങ്കിൽ ഈ താരിഫ് നോക്കി നിൽക്കാൻ പറ്റില്ല, അപ്പോൾ അദ്ദേഹത്തിന് വാങ്ങിക്കണം. അപ്പോൾ അത് അദ്ദേഹത്തിന് എഫക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരെയും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വല്ലാതെ എഫക്റ്റ് ആകുന്നൊരു വിഷയം തന്നെയാണ് ഈ താരിഫ് ഹൈപ്പ് വന്നുകൊണ്ട് ഉണ്ടായിട്ടുള്ളത്.